18ാം ലോക്സഭയുടെ നാഥനായി ഓം ബിർള. പ്രധാനമന്ത്രിയുടെ പ്രമേയം അംഗീകരിച്ചത് ശബ്ദ വോട്ടോടെ. സ്പീക്കറുടെ ചുമതല കഠിനമെന്ന് പ്രധാനമന്ത്രി. പ്രതിപക്ഷത്തിന്റേത് ജനങ്ങളുടെ ശബ്ദമെന്ന് ഓർമ്മിപ്പിച്ച രാഹുൽ ഗാന്ധി. രണ്ടാം തവണയും സ്പീക്കറാകുന്ന രണ്ടാമത്തെയാളായി ഓം ബിർള. ജാമ്യം സ്റ്റേ ചെയ്ത നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പിൻവലിച്ച അരവിന്ദ് കെജ്രിവാൾ. നീക്കം മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ സിബിഐ കേസ് ഉൾപ്പെടുത്തി പുതിയ ഹർജി സമർപ്പിക്കാമെന്ന് അഭിഭാഷകൻ. നീറ്റ് വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച. പരീക്ഷാ ക്രമക്കേട് കാരണമുണ്ടായ ഗുരുതര സാഹചര്യം ചൂണ്ടിക്കാണിച്ച നോട്ടീസ്. ചർച്ച ചട്ടം 130 പ്രകാരം. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. റോജി എം ജോൺ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. +1 സീറ്റ് വിഷയത്തിൽ പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തീരുമാനിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ. തിരുവനന്തപുരം കളിയിക്കവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. നേമം സ്വദേശി സജികുമാർ പിടിയിലായത് തിരുവനന്തപുരത്ത് നിന്ന്. തെർമോകോൾ കട്ടു ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് എന്ന പ്രതിയുടെ മൊഴി. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതായി പോലീസ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും. കോട്ടയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇടുക്കി, മൂന്നാർ മേഖലകളിൽ മഴ ശക്തം. പാംബ്ല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കല്ലാർകുടി ഡാം തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. പെരിയാർ തീരത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം. ഏലപ്പാറ ബോണാമിയിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണു. ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്ത് പുറത്ത്. മനു തോമസിന്റെ പരാതി യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജറിനെതിരെ. M. ഷാജർ കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. തെളിവായി ശബ്ദരേഖ ലഭിച്ചതായും പരാതിയിൽ. പരാതി മാധ്യമ സൃഷ്ടിയെന്ന MV ജയരാജന്റെ വാദം പൊളിഞ്ഞു. വയനാട് മക്കിമലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തി ATS. പ്രത്യേക സംഘം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിടത്ത് തുടരുന്നു. കണ്ടെത്തിയത് ജലാറ്റിൻ സ്റ്റിക്കും ഡിറ്റനേറ്ററും ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ. തണ്ടർബോൾട്ടിനെതിരായ ആക്രമണത്തിന് മാവോയിസ്റ്റുകൾ കുഴിച്ചിട്ടത് എന്ന് പ്രാഥമിക നിഗമനം. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്കൂൾ പൂട്ടാൻ ഉത്തരവ്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ബാലാവകാശ കമ്മീഷനും സ്കൂൾ അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകിയിരുന്നു. അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച് മരണം. മരിച്ചത് വടക്കോട്ടത്തറ സ്വദേശിയായ 10 വയസ്സുകാരി അമൃതലക്ഷ്മി. മരണം കോട്ടത്തറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ 15 ദിവസത്തിനിടയിലെ 3ാമത്തെ അരിവാൾ മരണം. ട്രെയിൻ യാത്രക്കിടെ ബെർത്ത് പൊട്ടിവീണ് പൊന്നാനി സ്വദേശി മരിച്ചു. മരിച്ചത് മാറാഞ്ചേരി സ്വദേശി അലിഖാൻ. അപകടം ഡൽഹിക്കുള്ള യാത്രക്കിടയിൽ തെലുങ്കാനയിൽ വച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് 2ാം വർഷ MBBS വിദ്യാർത്ഥി വിഷ്ണു. സഹപാഠികൾ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിഷ്ണുവിന് മാനസിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നുവെന്ന് പ്രാഥമിക നിഗമനം. പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട വ്യവസായശാലകൾക്കെതിരെ നടപടി. സിജി ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകും. മാലിന്യം ഒഴുക്കിയെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ. ഫാക്ടറിയിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു. നടപടി പരിശോധനാ ഫലം ലഭിച്ച ശേഷം. വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് വധുവിന്റെ വീടിനു നേരെ വെടിയുതിർത്ത വരൻ. സംഭവം മലപ്പുറം കോട്ടക്കലിൽ ഇന്നലെ രാത്രിയിൽ. എയർഗൺ ഉപയോഗിച്ച് 3 തവണ വെടിയുതിർത്തു. പ്രതി അബു താഹിർ പോലീസ് കസ്റ്റഡിയിൽ.
നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കൊക്കൈൻ കടത്തിയ കേസിൽ അന്വേഷണം ഊർജിതം. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ DRI. കണ്ടെത്തിയത് 32,87,00,000 രൂപയുടെ കൊക്കൈൻ. പ്രതികൾ 2 തവണ ഡൽഹിയിലെത്തിയിരുന്നുവെന്നും കണ്ടെത്തൽ. മലബാർ സംസ്ഥാന പരാമർശം വിശദീകരണവുമായി SYS നേതാവ് മുസ്തഫ മുണ്ടുപാറ. കേരളത്തെ വെട്ടിമുറിക്കണം ഒരിടത്തും പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നതായി മുസ്തഫ. മംഗളൂരു ഉള്ളാളിൽ വീടിന് മുകളിലേക്ക് മത്തിലിടിഞ്ഞു വീണ് 4 മരണം. മരിച്ചത് മദനി നഗർ സ്വദേശികൾ. അപകടം ശക്തമായ മഴയെ തുടർന്ന്. അട്ടപ്പാടിയിൽ ഭീതി പുലർത്തി വീണ്ടും ഒറ്റയാൻ. അട്ടപ്പാടി കൽമുക്കയൂരിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. പ്രദേശവാസികൾ ആശങ്കയിൽ.